വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോ കുഞ്ഞു തൂറും, ഒരു മാറ്റവും ഇല്ല. ഈ സ്റ്റെപ്പ് കയറിയാ മതി. വിശ്രമിച്ചു പോവാനും മനസ്സമാധാനത്തിൽ പോവാനും വരുന്നവരെ അങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. കാണാൻ പ്രേക്ഷകരൊക്കെ വന്നിരിക്കുന്നു. ഗൈസ് അസ്സലാമലൈക്കും. നമ്മളെ ബ്ലോഗുകൾ നമ്മൾ സ്റ്റാർട്ട് ആയിരിക്കുന്നു. മണവാളൻ അറിഞ്ഞിട്ടേ ഇല്ല ഡെയിലി ബ്ലോഗ് ഇടുന്ന് പറഞ്ഞത്. നല്ല വെയിലാണ്. വെയിലത്ത് ഞാൻ തിളങ്ങുന്ന വെയിലൊരു പ്രത്യേക തിളക്കം കൂടുതൽ. അതായത് മുത്തുമണി വെയിലേക്ക് വേണ്ടതാ. നമ്മളെ ആയിഷ ഭയങ്കര പഠിക്കൽ തന്നെ. ഏടി പൂഴിയിൽ കളിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ അവിടെ ഇരുത്തിയതാ. യുദ്ധം കഴിഞ്ഞ അടുത്ത യുദ്ധത്തിന് ഒരാൾ വണ്ടി കയറി കുത്തിരുന്നിട്ടുണ്ട്. യുദ്ധത്തിൽ അവിടെ ഇരിക്കലേ ഉണ്ടാവും, കൂട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ ഇന്നൊരു സ്ഥലത്ത് പോയി, നമ്മള് തറവാട്ടിൽ പോയത്. ഇതിന് മുമ്പ് നമ്മൾ തറവാട്ടിന്റെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പൊ നമ്മളെ പുതിയ വിശേഷങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തൊക്കെ ചാനൽ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തത് കാണാം കേട്ടോ. അപ്പൊ നേച്ച വണ്ടി എടുക്കുന്നത് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ബൈക്കിൽ ഇണക്കുരുവികളായിട്ടാണ് പോണത്. പിന്നെ രണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ ഒരു രസം പറയാം. എന്താ പറ ഓഫാക്കിനെ. വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോ കുഞ്ഞു തൂറും, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇന്നും പുറത്തിറങ്ങിയപ്പോ കുട്ടി അതേ സംഭവം സംഭവിച്ചു. അപ്പൊ ആ കെടുകളൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചു പോവാനും മനസ്സമാധാനത്തിൽ പോവാനും വരുന്നവരെ അങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പോയിട്ട് വരാം ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ യാത്ര തുടങ്ങി. സത്യം പറഞ്ഞാൽ ബൈക്കിൽ ഓൺ വോയിസ് തന്നെയാണ് കൊടുത്തത്, പക്ഷെ ഒന്നും കേട്ടില്ല. കാറുണ്ടെങ്കിലും ബൈക്കിൽ പോവാനേ പറയുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ബൈക്കിൽ ഇഷ്ടം. ഇത് സ്കൂട്ടർ അല്ലേ, ബൈക്കാണ് ഇഷ്ടം. ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബുള്ളറ്റ് ഒന്നുമില്ല, നമ്മ പാവങ്ങളല്ലേ. നമ്മള് വാങ്ങണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അറിയും. പിന്നെ നമ്മളെന്താന്ന് വെക്കും, കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മനുഷ്യന്മാർ എന്തെങ്കിലും കിട്ടാൻ. ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നിട്ടാ 3 ബുള്ളറ്റ് ഞാൻ പുതിയ ഷോറൂം നടത്തുന്നതിന്. പിന്നെ അതൊരു സമയത്തെല്ലാം നമുക്ക് നമ്മളെ കുട്ടി സബ്സ്ക്രൈബറാന്ന് അറിയില്ല. എന്തായാലും വീഡിയോ എടുക്കുന്ന സംഭവം മുമ്പ് മനസ്സിലായിന്. ഹായ് ഹൂയി എന്നെല്ലാം ആക്കുന്നുണ്ട്. നമ്മളങ്ങനെ തറവാട്ടിലെത്തിയല്ലോ. ഇതാണ് അപ്പാന്റെ വീട്ടിലാണ്. ഇതാണ് അപ്പാന്റെ വീടിന്റെ വീട്ടിൽ നിറച്ചുകൊണ്ട് തേങ്ങ എന്താ എന്നെ ചകിരി. അപ്പൊ നമ്മള് തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആളാപ്പ മുമ്പിൽ തന്നെ എന്നിട്ട് ഹായ് ആക്കി എന്നോട്. ആളാപ്പല എന്റെ സബ്സ്ക്രൈബർ ആണ് കേട്ടാ. നമ്മളെ തറവാട് വീട്. നമ്മളെ ഇതിന്റെ ഒരു ഷോർട്ട് എടുത്താകുമ്പോൾ കുറെ ആൾ വെച്ചിട്ട് നമ്മളത് എന്ന് പറയുമ്പോ നീ തക്കുവിന്റെ വേറെ നജീബിന്റെ വേറെ അല്ലേ. കണ്ണൂർ പാപ്പനശ്ശേരിയിലെ തറവാട് വളവട്ടണം. എന്റേത് കൊമ്പനടക്കം ചെമ്മനാടാണ്. തറവാടൊന്നും ഇപ്പൊ ഇല്ല. നമ്മളതെല്ലാം പൊളിച്ചിട്ട് അവിടെ വീട്. എന്റേത് പറയല് കുറവല്ലേ, നമ്മളത് നല്ല നമ്മളത് നമ്മ അങ്ങനെ ശീലായില്ലേ. പിന്നെ നജീബിന്റെ അമ്മ എന്റെ തന്നെ ആയില്ലേ. ഭാവിയിൽ അതിലെന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ചോദിച്ചില്ലേ എന്തെങ്കിലും ഒന്നിച്ച് വളർന്നതാണ് അതേ തറവാട്ടിലെന്ന്. അതന്നെ ചോദിക്കാലോ എന്തായാലും. പിന്നെ എന്ത് ചെയ്യാന് ചോദിച്ചു എന്തായാലും തിരിച്ചായി. കാരണം എടുക്കണ മൊട്ടത്താല ഇപ്പം പൊട്ടിട്ട് മാങ്ങ ഉണ്ണട്ടാ. എന്നെ ആ സൈഡ് മുടി വരേ ചെയ്യില്ലായിരിക്കും. ഇപ്പൊ ചെറുങ്ങനെ വരുന്നുണ്ട്, വന്നിട്ട് വേണം ഇൻഷാല്ലാ എന്താക്കാന് ഒന്നും കൂടി പഠിക്കാന്. അടുത്ത വർഷം ഉംറക്കെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോമ്പിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മള് മാങ്ങ പറിക്കില്ല. അപ്പൊ കളമ്മ കുറേ കഥ പറയുന്നുണ്ട്. അവിടെ വന്നിട്ട് എല്ലാരും മാങ്ങ പറിച്ചിരിക്കൊണ്ട് നമ്മളമ്മ കുറേ ആയി ഉമ്മക്ക് വിളിക്കുന്നത് ബാബാ. തറവാട് വീടിന്റെ കെയർടേക്കർ കൂടിയാണ്. പിന്നെന്താ വെച്ചാല് നമ്മളെ എല്ലാം ഉപ്പാണ്. ഉപ്പ കറക്റ്റ് ടൈമിന് പോയിട്ട് എല്ലാം പറിക്കും നോക്കും എല്ലാം. പക്ഷെ ഉപ്പാക്ക് ഇപ്പൊ മുട്ടുവേദന ആയതുകൊണ്ട് ഉപ്പാക്ക് കയറി പോവാൻ പറ്റുന്നില്ല. ഇപ്പൊ വീട്ടിൽ നല്ല ട്രീറ്റ്മെന്റ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കമന്റ് ചെയ്യണേ. കുറേ ആയി. പക്ഷെ നമ്മള് കുറെ ട്രീറ്റ്മെന്റ് എടുത്ത്. പിന്നെ തേയ്മാനം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒരു പ്രായത്തിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇങ്ങനെ പടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ എന്തല്ലോ നമ്മൾ എത്രയോ കാണിച്ച് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് ഒന്നിനൊരു മാറ്റമില്ല. 2 മാവുണ്ട് കേട്ടോ. 2 മാവല്ല, ബാക്കിലൊരു മാവില്ലേ, 3 മാവ്. തെങ്ങ് ഉപ്പ ഉണ്ടാകുമ്പോ ഉപ്പ എന്നെ നോക്കി നടത്തുമ്പോ തെങ്ങിലേക്ക് വന്നിട്ട് വളമിട്ടോണ്ട് ഉപ്പക്ക് അതെല്ലാം ഭയങ്കര മിസ്സിങ് ആണല്ലോ. ഇപ്പൊ കുറച്ച് ദിവസമായി അങ്ങനെ വരാത്ത. അല്ലെങ്കിൽ മാങ്ങാല പിടിക്കുമ്പോ ഉപ്പ നോക്കി ഇരുന്നിട്ട് വെളുപ്പാന്ന്. ബാക്കിലേക്കും താഴോട്ടൊക്കെല്ലാം വെളുപ്പാന്ന്. ഉമ്മ പിന്നെ ഇവിടുന്ന് ഉമ്മാക്ക് അന്നേരം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമല്ല കേട്ടോ. അവിടെ നിക്കാനൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ എപ്പെങ്കിലും പോയിട്ട് വേറൊരു വീടുണ്ട്, അവിടെയാണ് ഉമ്മയും ഉപ്പയാണ് താമസിക്കുന്നത്. ഇവിടെ പണ്ട് റോഡൊന്നും ഉണ്ടായിട്ടില്ല. വാടക കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എന്താ പറയാ,
പിന്നെ തൃപ്പാൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ബലമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതാക്കൊന്നുമില്ല. ഇപ്പോൾ കയ്യിലൊരു ഇൻകം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണ്ട് ഇത്രയും വർഷം ഗൾഫിലൊക്കെ നിന്നിട്ട് ആ ഒരു ഇതിൽ വെച്ചിട്ടൊരു ഇൻകം അവർക്കൊരു മാസം ആരോട് മുമ്പിലും ചോദിക്കേണ്ട, അവർക്കായിട്ടൊരു ഇൻകം എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കൽ നല്ലതാട്ടോ. കാരണം നമ്മൾ ഒരാളെ മുമ്പിൽ കൈ നീട്ടാതെ, മക്കളത് നമുക്ക് തന്നെ ഇല്ലാന്നൊന്നും പറയുന്നില്ല, എന്നെങ്കിൽ പോലും ഇങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച ഒരു പൈസ എത്ര പ്രായം കഴിഞ്ഞാലും നമുക്കത് കിട്ടുക, അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ. എന്തിനും ഉഷാറില്ലെങ്കിലും മാങ്ങ പറക്കാനും ഭയങ്കര ഉഷാറായിരിക്കും. ആ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണട്ടാ. എന്ത് നീ കവ്വാണ്ടങ്ങനെ തോന്നുക മാങ്ങ കണ്ടിട്ട് ആർത്തി വന്നെയാ അവിടെ ചെറിയ വയസ്സ് ഇങ്ങനെ തിന്ന ഗ്ലാസ് വന്നല്ലോ. അങ്ങനെ മാങ്ങ തീറ്റയെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ നേരെ താഴത്തെ വീട്ടിൽ പോയി. താഴത്തെ വീട്ടിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ താഴെട്ട പുഴ. ഇവരെന്നെ പുഴ കാണിക്കാന്നിട്ട് എന്തെല്ലാം ചെയ്ത വീട് എൻ്റെ അമ്മായിന്റെ വീടാണ്. അമ്മായി മീൻസ് നെയ്ബർ ബിബിഞ്ഞമ്മായി. അവിടെ പോയി അവിടുന്ന് നമ്മള് അതിന്റെ താഴെ നേരെ പുഴ, അതിന്റെ സൈഡ് ഒരു അമ്മന്റെ വീടുണ്ട്. അമ്മ ഇപ്പൊ ഇല്ല, മരിച്ചു. അവരെ മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരെ അമ്മന്റെ വീട് കാണിച്ചു തരാന്ന് തന്നെ കൊണ്ടുപോയി വലിയ കൂട്ടില് പോ. പാവ ഉമ്മക്ക് കൈനേണ്ടായില്ല. പനിയെ മെല്ലെ സ്കിപ്പ് ചെയ്തിട്ടാ. ഓന് താഴേക്ക് ഇറങ്ങുമെന്ന് കൺഫേം ആയപ്പോൾ ഓൻ അവിടുന്ന് മെല്ലെ സ്കിപ്പ് ചെയ്തു. പക്ഷെ ഞാനും സ്കിപ്പ് ആക്കുമായിരുന്നു. ഇത് ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്ന് അറിഞ്ഞില്ലെങ്കിലേ. പക്ഷെ പോകുന്ന വയ്ക്കൽ എന്തെല്ലോ കുണ്ടും കുഴിയെല്ലാം ഉണ്ട് കേട്ടോ. ചെറിയപ്പോ കുളിച്ച പുഴയായിരുന്നു. അപ്പൊ തക്കുവിന് കാണിച്ചു കൊടുക്കാൻ ചോദിച്ചു. അങ്ങനെ തക്കുനെല്ലാം പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ താഴെത്തിയിട്ട് പിന്നെ തിരിച്ചു കയറാൻ കൈനക്കി ഞാൻ വലിയ ആളാക്കിയിട്ട് കീനി തിരിച്ചു കയറപ്പോ ഉമ്മ വല്ല നമ്മളിപ്പോ നമ്മള് പ്രോത്സാഹിപ്പിച്ചപ്പോ ഉമ്മ എന്നോട് പറയല്ലോ തക്കോ പോണ്ട ഭയങ്കര കീച്ചലാന്ന്. ഉമ്മയും വലിയ മുമ്പത്തെ വഴിയൊന്നും ഇല്ല ഇപ്പൊ. ഇവരെന്റെ സ്റ്റോറി കണ്ടപ്പോ ഇവര് പറഞ്ഞു ഞാൻ മോള് നമ്മളിങ്ങനെ എന്ത് ടയർ ഇടും, എന്നിട്ട് അമ്മന്റെ വീടിന്റെ പാർപ്പിന്റെ അടുക്കള ഭാഗത്ത് വരും, എന്നിട്ട് അടുക്കള പൊളിയും. അപ്പൊ ഉമ്മ പറയുമ്പോ നമ്മൾ ഒളിച്ചേക്കും. അങ്ങനെ കൊറേ സംഭവം ഉണ്ടായിരുന്നു. തക്കിനോട് ഞാൻ പറഞ്ഞത് ചെറിയപ്പോ അങ്ങനെയാണല്ലോ, ടയർ ഉരുട്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നുണ്ടായത്. അപ്പൊ മോളിന്ന് ടയർ താഴെ എത്തും. അപ്പൊ നമ്മൾ ഒളിച്ചേക്കും. അമ്മയും എപ്പോഴും അടികൂടും. അമ്മ പറയൂ നിന്റെ മക്കളെ കൊണ്ട് എന്തൊരു ശല്യാന്ന്, ഇതെന്താ നിന്റെ മക്കൾ ഇങ്ങനെ ആക്കുന്നത് മക്കളെ നമ്മളോട് ഭയങ്കര സ്നേഹട്ടാ. ഓണത്തിനെല്ലാം പോയിട്ട് ഭക്ഷണം അങ്ങനെ പറഞ്ഞ അമ്മനെ സൗകര്യം കൊടുക്കപ്പോ ഉമ്മ എന്താക്കോ അവിടെ കൽമ്പും കോട്ട് വന്നിട്ട് ഇവറ്റിങ്ങൾ അടിക്കാൻ കൊടുക്കുമ്പോ ഇവരൊക്കെ ഇട്ടോ ഒരു ജെറ്റ് വിടൂലേ. അപ്പൊ ഉമ്മ ഇപ്പം വിചാരിക്കും ഇതെല്ലാം വലുതായിട്ട് ഇത്രയും ഓളയും കൂട്ടിട്ട് വരേണ്ട ഒരവസ്ഥ. എത്രയോ വർഷമായി അവിടെ അവരെ ആൾക്കാരല്ലേ കണ്ടത്. അവരെ അടുത്ത അമ്മന്റെ മോനെ നമ്മള് കണ്ട്. അമ്മ മോനാ നമ്മളടുത്ത് തായെല്ലാം കൊണ്ടുപോയത്. പക്ഷെ നല്ല രസമുണ്ട്, നടക്കാനെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ പെട്ടെന്ന് കുറേ നടക്കുമ്പില്ലേ നമുക്ക് മടുപ്പ് വരുന്ന കേട്ടോ. കൈനേയില്ല അത്ര. ഞാൻ പകുതിക്കത്തിപ്പോ ഞാൻ വിചാരിച്ചു എന്തിനാപ്പാ പോയേ. നല്ല അങ്ങനെ ഞങ്ങൾ ആരെ വീട്ടിലെത്തിയിട്ടുണ്ട്? അമ്മന്റെ വീട്ടിൽ. അമ്മന്റെ വീട്ടില് ചോറ് കഴിക്കലുണ്ട്. അതേപോലെ ഉണ്ട്. ഓണത്തിനല്ല ചോറ് കഴിക്കാൻ വരും. ഓണത്തിന് ചോറ് കഴിക്കാൻ വരും. ഇതെല്ലാം നിരത്തിട്ട് ഞങ്ങള് കഴിക്കും. അതേപോലെ ഉണ്ടല്ലേ? അതേപോലെ ഓടിട്ട വീട് ഇപ്പൊ ഫ്രെയിമെല്ലാം ആക്കിട്ട് ഓട നിൽക്കുന്ന മുമ്പത്തെ ഓട നമ്മളത് അതേ ഇതന്നെ മരം ഇതിന് എങ്ങനെ ഫുള്ള് കൊട്ടേഷൻ കൊടുത്തതാ? അല്ലല്ല സാധനം ഞാൻ എനിക്ക് ഒരു കൂലിക്ക് എത്ര പഠിച്ചിട്ട് ടോട്ടല്? അങ്ങനെ 2 ലക്ഷം. അതെ അതെ അമ്മ അവർക്ക് 3 വെക്കാലോ. 3 ഉമ്മ ഇപ്പം ഹെൽപ്പ് ചെയ്യും. പോണ നിർബന്ധമുണ്ടോ? അങ്ങനെ തക്കുവിനെ നമ്മൾ പുഴ കാണിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളെല്ലാം കുളിച്ച് അമ്മാനമാടിയ. നിങ്ങൾ പുഴക്കര വന്നിട്ടുണ്ടേ? ഞങ്ങൾ പുഴക്കരക്ക് പോകുന്നുണ്ട്. പണ്ടെല്ലാം കുളിച്ച സ്ഥലമാണ്. ഇതാണ് കൂവൽ. ഇല്ല അത് ചെറിയ കൂവൽ ഗുണം അതിൻ്റെ ഉള്ളിലുണ്ടാവും. മഴക്കാലം ഇവിടെ വെള്ളം നിറയല്ല.
ഇതാണ് നമ്മള് കുളിച്ച പുഴ. ഈ അപ്പൊ ഇവിടെ കാട് ഉണ്ടായല്ലോ ചേട്ടാ. ഏയ് ആ അതന്നെ നല്ലൊരു കാട് ഉണ്ടായി. നമ്മളെല്ലാം ഇവിടെ കുളിച്ചത്. ഇവിടുന്ന് നമ്മൾ അങ്ങാടെ പോവും. അങ്ങാടെ പോലുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇറങ്ങിയാലും കുളിക്കലൊന്നുമില്ലേ? നിങ്ങൾ കുളിക്കല്ലേ ഇപ്പൊ ഇവിടെ? ആ കാണുന്നതാണ് അണങ്കൂറ് തുരുത്തി. അതിപ്പോ അതിന്റെ നടുക്കുള്ള ദ്വീപ്. തുരുത്തിയല്ല അത്? അത് തുരുത്തി. അത് അതിന്റെ മീറ്റുള്ളത് ആ വീടെല്ലാം ഇങ്ങനെ ഉണ്ടല്ലേ? കയ്യിലൊക്കെ ആയോ? വീടെ തുരുത്തിക്ക് പോലുണ്ടോ? തുരുത്തിക്ക് പോലുണ്ടോ? അടുത്തേക്ക് പോലുണ്ടോ? ആടല്ലോ എന്തിന്റെ? ആ നമ്മ കുളിച്ചിട്ടല്ല വരുന്നമ്മ. ഉമ്മ അവിടെ നിന്നിട്ടുണ്ട്. ഉമ്മ പോവാൻ വിടുന്നില്ല. ചെറുപ്പത്തിൽ അങ്ങനെ വിടലില്ല. വരുന്നേ. അങ്ങനെ നമ്മൾ പണ്ട് കുളിച്ച കടവിലെത്തി. അപ്പോൾ കടവിൻ്റെ അപ്പുറത്തേക്കല്ല നമ്മൾ ചെറിയപ്പോൾ ഇങ്ങനെ നീന്താനെല്ലാം പോകും. നീന്തിയിട്ട് അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരും. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതെ അതെ. എന്താ സുഖാ? തക്കോ ഉമ്മാന്റെ അത്ര സ്റ്റാമിന എനിക്കില്ലാന്ന് തോന്നുന്നു. ഉമ്മല പണ്ട് കേറി ചാക മറന്നു ചാകല്ല. ഈ സ്റ്റെപ്പ് കയറിയാ മതി. ആടത്തേക്ക് എത്തണല്ലോ. നീല പോയ കാണണല്ലേ? കാറെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല വന്നോ? തക്കുവിന് കാറിട്ട് കൊടുത്തു. അങ്ങനെ വലിച്ചോ ടൈറ്റാക്കി. ഇതെപ്പോ റോഡിലാക്കിയാ? ഇവിടെ താമസം ഉണ്ടോ? ഇത് നമ്മളത് താഴെയുള്ളത്. ബീബിയാളാമാൻ്റെ ഉമ്മ. തക്കു സീനിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിച്ചാക്കോ? തണുത്തെള്ളം കിട്ടിയാലാ? ഉമ്മ മന്ദം വരുന്നുണ്ട്. എന്തേമ്മാ വെള്ളം കൊടുക്കും പാക്ക്. ഉമ്മക്ക് വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. വാട്ടിലെ കൃഷി, ചീയ കൃഷി ഇവിടെ ഇവിടെ ഇരിക്കാ കാര്യം സാധനം. അങ്ങനെ ഞങ്ങള് ഉമ്മാനെല്ലാം കൂട്ടിയിട്ട് ഫുള്ള് കറങ്ങിട്ട് വന്നിട്ട് മുകളിലെത്തി. തക്കുന് സ്റ്റാമിന കുറവ്. തക്കു ഉമ്മ അങ്ങനെ ഒന്നും തയ്ച്ചാ ആപ്പു നേരത്തെ മുങ്ങിയന്. നല്ല ഞാൻ ഇല്ലാന്നിട്ട് മുങ്ങിയ. അപ്പൊ അങ്ങനെ മാങ്ങ കിട്ടി. അപ്പൊ ഞങ്ങളെ നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. പണ്ടത്തെ നെയ്ബർ ഏകദേശം ഒരു 10 കൊല്ലായിട്ടുണ്ടാവല്ലോ അവിടെ പോവാത്ത. രാവിലെ വരാൻ പറഞ്ഞു. 10 കൊല്ലത്തില് മുകളിലായി നമ്മള് താഴെ പോവാത്ത. എന്നിട്ട് പുഴയില് നമുക്ക് മുങ്ങി കുളിക്കാം. കൃഷ്ണേട്ടൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. ഉപ്പുവെള്ളം ഇപ്പൊ ഉപ്പുവെള്ളം ഉണ്ടല്ലോ എടാ. നമ്മള് ഇതേ വീട്ടിൽ തന്നെയാണ് ഉണ്ടായത്. എത്ര കൊല്ലം ഉണ്ടായിമാ? ഏകദേശം ഒരു 25 കൊല്ലം അല്ല? 25 കൊല്ലം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ 25 കൊല്ലം. ഈ പെർക്ക് എത്ര പഴക്കമുണ്ട്? ഈ പെർക്ക് എത്ര പഴക്കമുണ്ട്? അല്ല പെർക്ക് പഴക്കം 50 കൊല്ലത്തിന്റെ അടുത്തുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനല്ല, പോയിട്ട് 25 കൊല്ലായി. ഞങ്ങളുടെ താമസിക്കാൻ 25 കൊല്ലം. പക്ഷെ പൊരക്ക 50 കൊല്ലം പഴക്കില്ല എന്ന് പറഞ്ഞു. ഫുള്ള് കോമഡി. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഒറ്റപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.